എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2026 കീം എക്സാം സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള അറിയിപ്പുകളും അപ്ഡേറ്റുകളും യഥാസമയം നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കീം എക്സാം കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് തന്നെ നിരവധി സംശയങ്ങളാണ് കുട്ടികൾ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സാം സെന്ററിൽ പരീക്ഷ എഴുതുന്ന ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് വീഡിയോയിൽ പറയുന്നത്. ആദ്യം തന്നെ പ്രധാനമായിട്ടും എക്സാം സെന്ററിലേക്ക് മിനിമം 2 മണിക്കൂർ മുൻപെങ്കിലും എത്തിച്ചേരേണ്ടതാണ്. കാരണം അവിടെ വച്ച് നിരവധി അധികം വേരിഫിക്കേഷൻ പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം നേരത്തെ തന്നെ എത്തിച്ചേരുവാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് കീം എക്സാമിന് വേണ്ടി കോളേജ് ദോസ് എന്ന പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് വേണ്ടി ഓരോ ചാപ്റ്ററിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് അവരുടെ സ്വന്തം വാട്സപ്പ് ബോട്ടിലൂടെ നൽകുന്നുണ്ട്. ബോട്ടിന്റെ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി പരമാവധി എല്ലാ കുട്ടികളും യൂസ് ചെയ്യുവാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾ കീം എക്സാം എഴുതുവാൻ പോകുമ്പോൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് വേണ്ടത്. അഡ്മിറ്റ് കാർഡ്, ID പ്രൂഫ്, പിന്നെ ഒരു ബോൾ പെൻ ആണ് വേണ്ടത്. എക്സാം വെരിഫിക്കേഷൻ ശേഷം നിങ്ങൾക്ക് ഒരു സീറ്റ് നമ്പർ അലോട്ട് ചെയ്യും. ശേഷം ആ സീറ്റ് നമ്പറിന്റെ മോണിറ്ററിൽ നിങ്ങളുടെ തന്നെ ഫോട്ടോ അല്ലേ എന്ന് കൂടി പരിശോധിക്കുവാൻ ശ്രമിക്കുക. ഇനി അഥവാ അങ്ങനെയല്ലെങ്കിൽ അപ്പോൾ തന്നെ അവിടെയുള്ള ടീച്ചേഴ്സിനെ അറിയിക്കുക. ഇതിനെല്ലാം ശേഷം പരീക്ഷ തുടങ്ങുന്നതിന് മുൻപ് മോണിറ്റർ സ്ക്രീനിൽ നിരവധി അധികം ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാകും. അതെല്ലാം കൃത്യമായി തന്നെ വായിച്ചു നോക്കി മുന്നോട്ട് പോകേണ്ടതാണ്. കീം എക്സാമിന് മുഴുവനായിട്ട് 150 ചോദ്യങ്ങളാണ് ഉള്ളത്. ഓരോ ശരി ഉത്തരത്തിനും 4 മാർക്കും തെറ്റുത്തരത്തിനും -1 നെഗറ്റീവ് മാർക്കും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് തന്നെ ആൻസർ ചെയ്യുവാൻ ശ്രമിക്കുക. ഇനി എക്സാമിന് എത്ര സമയം ബാക്കിയുണ്ടെന്നും സ്ക്രീനിന്റെ റൈറ്റ് സൈഡിലായി വ്യക്തമായിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉള്ളവരാണെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. കീം എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ കോളേജ് ദോസ് എന്ന പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തുവാനും ശ്രദ്ധിക്കുക. നന്ദി.